ഹായ് ഹലോ നമസ്കാരം. വീണ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്താ, നമ്മൾ രാവിലെ തന്നെ ഒരുങ്ങി നമുക്കൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ട്. ആ ഫാമിലി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. അപ്പോൾ എന്താ, നമ്മൾ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇത് വേറൊന്നുമല്ല, സെൻറ്റ് ജോൺസ് ഫൊറോന പള്ളി നെടുങ്കുന്നമാണ് കേട്ടോ. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്ക് സമീപമുള്ള ഒരു പ്രധാനപ്പെട്ട ചരിത്രപ്രസിദ്ധമായ സീറോ മലബാർ കത്തോലിക്ക പള്ളിയാണ് ഈ നെടുങ്കുന്നം പള്ളി. ഈ പള്ളി വളരെ ഫേമസ് ആണ്. എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം? പുഴുക്കുനേർച്ച. ഇവിടുത്തെ പ്രധാന തിരുനാളും പുഴുക്കുനേർച്ച വളരെ ഫേമസ് ആണ്. ഈ പുഴുക്കുനേർച്ച എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മുടെ കപ്പയും കാച്ചിലും ചേമ്പും പച്ചമുളകും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ചേർത്ത് ഒപ്പം നല്ല ബീഫും കൂടെ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു പരമ്പരാഗത കൂട്ടായ്മ ഭക്ഷണമാണ് ഈ പുഴുക്കെന്നുള്ളത്. അത് വാഴയിലൊക്കെ വിളമ്പിയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അങ്ങനെ ഈ പള്ളി ഇതിനാണ് ഭയങ്കര ഫേമസ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ കോട്ടയം ലുലു മാളിൽ എത്തിയിരിക്കുകയാണ്. വേറൊന്നുമല്ല, കുറച്ച് ഓണക്കാഴ്ചകൾ കാണാനും ലുലുവിലെ, അതുപോലെ തന്നെ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ ലുലുവിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, മാളിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു കിടിലൻ ഓണം ഫീലാണ്. മനോഹരമായ പൂക്കളവും മാവേലി തമ്പുരാനും അതുപോലെ തന്നെ ആനയുടെ സെറ്റപ്പൊക്കെ ആയി അടിപൊളി വൈബാണ്. കോട്ടയംകാരുടെ ഈ ഓണാഘോഷം ലുലുവിൽ വെറൈറ്റിയാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടുകളൊക്കെ ഇവിടെ അവർ ഒരുക്കിയിട്ടുണ്ട്. ഓണമല്ലേ, അപ്പോൾ പിന്നെ ഷോപ്പിങ്ങിൻ്റെ കാര്യം പറയാനുണ്ടോ? നമ്മൾ നേരെ ലുലുവിൽ വന്നു. അവിടുന്ന് ഹൈപ്പർ മാർക്കറ്റിൽ കയറുന്നുണ്ട്. അതിന് മുന്നേ നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. അത് മറ്റെവിടെയല്ല, ഫണ്ടൂറയാണ്. നമ്മുടെ വിയന്ന മോൾക്ക് ലുലുവിൽ വരുന്നതിന് തന്നെ മെയിൻ ഉദ്ദേശം ഫണ്ടൂറയിൽ കയറുക എന്നുള്ളതാണ്. അവിടെ ഒരു സോഫ്റ്റ് പ്ലേ ഏരിയ ഉണ്ടല്ലോ, അവിടെയാണ് അവളുടെ മെയിൻ ഏരിയ. അപ്പോൾ നമ്മൾ 1 അവർ അവിടെ സോഫ്റ്റ് പ്ലേ ഏരിയയിൽ എന്തായാലും കുട്ടികൾക്ക് കയറാം. അപ്പം 1 അവർ നേരത്തേക്കാണ് അവിടെ. അപ്പം നമ്മുടെ പേരൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, അവർ നമ്മളെ കുട്ടികളെ മാത്രം അകത്തേക്ക് കയറ്റി വിടും. അപ്പം നമുക്ക് ഷോപ്പിങ്ങോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിലും മാളൊന്ന് കറങ്ങണമെങ്കിലും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്കിവിടെ ആക്കിയിട്ട് പോകാം. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കുഞ്ഞുങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. അവിടെ പേരൻസ് അലൗഡ് അല്ല. അപ്പം നമുക്ക് മക്കളെ അവിടെ 1 അവർ നേരത്തേക്ക് അവിടെ ആക്കിയിട്ട് നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകാം. ഇതാണ് നമ്മുടെ കോട്ടയം ലുലുവിലെ ഫണ്ടൂറയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടു കുഞ്ഞകത്ത് കയറുന്ന നേരം കൊണ്ട്. അങ്ങനെ ഫണ്ടൂറയിൽ കയറിയതിന് ശേഷം നമ്മൾ നേരെ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കും ട്രെൻഡ്സിലേക്കൊക്കെയാണ് പോയത്. അവിടെ പുതിയ ട്രെൻഡിലുള്ള സെറ്റ് മുണ്ടുകളും കുർത്തകളും ഒക്കെ അവിടെ ലഭ്യമാണ്. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, ലുലുവിൻ്റെ ഈ വർഷത്തെ ഓണസദ്യയൊക്കെ നമുക്ക് പ്രീ ബുക്കിംഗ് ആണ്. പല തരം കറികളൊക്കെ കൂട്ടി, സദ്യയിലെ കറികളൊക്കെ കൂട്ടി നല്ല കിടിലൻ നാടൻ സദ്യ നമുക്ക് ഇവിടെ നിന്ന് ബുക്ക് ചെയ്ത് വാങ്ങാനൊക്കെ സാധിക്കും കേട്ടോ. വീട്ടിൽ പാചകം ചെയ്ത് കഷ്ടപ്പെടാതെ സമാധാനമായി ഓണം ഉണ്ണാനും ഇത് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. അതിനുശേഷം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നന്നായി വിശപ്പുമ്പോൾ കഴിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് നമ്മുടെ ലുലുവിൻ്റെ ഫുഡ് കോർട്ട്. ട്രഡീഷണൽ ഫുഡ് മുതൽ ഫാസ്റ്റ് ഫുഡ് വരെ ഇവിടെ കിട്ടും. പിന്നെ കുട്ടികൾക്കും ഒപ്പമായി വരുന്നവർക്ക് കളിക്കാനായി ഞാൻ പറഞ്ഞില്ലേ, ഫണ്ടൂറ റെഡിയാണ്. അപ്പോൾ ഓണാവധി അടിച്ചു പൊളിക്കാൻ ഇതിലും മികച്ച വേറെ സ്ഥലം കോട്ടയത്തുണ്ടോ എന്ന് സംശയമാണ്. അങ്ങനെ കോട്ടയം ലുലുമാളിലെ ഓണവിശേഷങ്ങൾക്കിടയിൽ നമ്മൾ തിരിച്ച് പിന്നെയും 1 അവർ കഴിഞ്ഞപ്പോൾ നമ്മുടെ വീണമോളെ വിളിക്കാൻ അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ വീണമോളെ വിളിച്ചുകൊണ്ട് തിരിച്ച് വന്നപ്പോൾ ആൾക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് അവൾ കുറച്ച് നാളായിട്ട് മാഷ എൻ്റെ പേരുടെ ടോയ് വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ പറച്ചിൽ നിന്നു. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ നമ്മുടെ ലുലുവിലെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കറങ്ങിയ സമയത്ത് ഞങ്ങൾക്കിത് കണ്ടപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നി കുഞ്ഞിന് ഇത് വാങ്ങിച്ച് കൊടുത്താലോ എന്ന്. അങ്ങനെ ഞങ്ങൾ അവളെ ഫണ്ടൂറയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നപ്പോൾ നേരെ അങ്ങോട്ട് വന്നിട്ട് അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഏതാ ഇഷ്ടമെന്ന് ചോദിച്ചാൽ അവൾ തന്നെ സെലക്ട് ചെയ്തൊരു മാഷാൻ്റെ പേരിൻ്റെ ടോയുമായിട്ട് ഞങ്ങൾ ലുലുവിൽ നിന്ന് ഇറങ്ങുകയാണ്. നേരെ താഴെ വന്നു. അവിടെ നമ്മുടെ മാവേലിയുടെ ഒപ്പവും നമ്മുടെ ആനയുടെ ഒക്കെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തു. അതിനുശേഷം നമ്മൾ ലുലുവിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോവുകയാണ്. ഇറങ്ങുന്ന വഴി നമ്മുടെ KSRTC ബസ്സിലൊക്കെ ഓണാഘോഷമായിട്ട് മാവേലിയും പൂക്കളും ഒക്കെ ആയിട്ട് നമ്മുടെ KSRTC ബസ് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും ബസ് മൂവായി, ഫോൺ എടുത്ത് വന്നപ്പോഴേക്കും. പിന്നെ നമ്മുടെ മാഷാൻ്റെ പേരിൻ്റെ ടോയ് ആൾ വണ്ടിയിൽ വെച്ച് തന്നെ അതിനെ പണിയാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.